സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹമേ പാടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ പ്രസാദിച്ച് നിൽക്കുന്ന ദൈവിക നിമിഷമാണ്. നിങ്ങൾ തന്നെ ഒത്തിരി പേര് തീരുമാനമെടുത്തിട്ടുണ്ട്, ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കാം. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ജീവിച്ചോളാം. നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകിയില്ലേ എന്ന് പറയുന്ന ആ ദൈവിക സ്നേഹത്തെ തൊടുകയാണ് ജീവിത സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. കർത്താവെ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിമിതികളുണ്ട് കർത്താവെ, ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും കർത്താവെ, നിനക്ക് വേണ്ടി ജീവിക്കാൻ നിൻ്റെ കൈയും കാലുമായി എൻ്റെ കൈയും കാലുകളെ മാറ്റിക്കൊണ്ട്
ഇനിയുള്ള ശേഷിച്ച കാലങ്ങളിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവെ, കൃപയ്ക്കുമേൽ കൃപ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും കൃപയുടെ കൈമാറ്റത്തിൻ്റെ ആളായ്മയായി മാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ. കൃപയുടെ കൈമാറ്റ പോരാളികളാക്കി ഞങ്ങളെ ആരാധനയോടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണ്, അനുഗ്രഹം സ്വീകരിക്കേണ്ട സമയമാണ്. അഭിഷിക്തൻ ഉടമ്പടിയുടെ ക്രമപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ കടലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, മോശയെപ്പോലെ ഞാൻ കൈയുയർത്തുന്ന കർത്താവേ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായ തിരുസഭയോടും കർത്താവെ, അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ജനപദങ്ങളോടും നിന്റെ കുരിശിലെ കാരുണ്യത്താൽ തിരുരത്വത്തിൻ്റെ അപേക്ഷകൾ നൽകിക്കൊണ്ട് ഈ കർത്താവ് അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഈ ജനങ്ങളിലേക്ക് ആവസിക്കട്ടെ. ശ്രുതികട്ടെ. ആരാധന നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നീ 6 സഹോദരങ്ങളെ കാലിൽ പൊട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. കാലിൽ പൊട്ടിയതും ശരീരത്തിൽ പൊട്ടിയതും ശരീരഭാഗങ്ങളിൽ പൊട്ടുകയും ചൊള്ളച്ചും അതുപോലെ തന്നെ കരിവാളിച്ചും കിടക്കുന്ന പാടുകൾ കർത്താവിൻ്റെ വിശുദ്ധമായ രഥം തളിച്ചുകൊണ്ട് യേശു പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ശ്രുതികട നന്ദി പറയുന്നു. പക്ഷാപരത്തോടെ ക്യാൻസറാണോ അതുപോലെ തന്നെ ഇതുപോലെ തൊണ്ടയ്ക്കുള്ള തൈറോയിഡ് ആണോ എന്നറിയത്തില്ല. തൊണ്ടയുടെ ചുവട്ടിൽ ഇങ്ങനെ ഇടത് വശത്ത് അച്ഛൻ കാണിക്കുന്ന ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ വശത്ത് വലതുവശത്ത് ഇങ്ങനെ മുഴ പോലെ കിടക്കുന്നൊരു നീണ്ട ദീർഘ ഒരു മുഴയുണ്ട്. അപ്പോൾ തൊണ്ട മുഴകളുള്ള എല്ലാ മക്കളെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. സ്തുതിക്കട്ടെ. 8 പേരെ ഈ വിഷയത്തിൽ കർത്താവ് സുഖപ്പെടുത്താണ്ട് സാക്ഷ്യം പറയാൻ കഴിയും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഫെലിക്സ് എന്ന പേര് പറഞ്ഞ് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ജീവന്റെ തിരുഭോജ്യമേ ആരാധന ജീവന്റെ തിരുഭോജ്യമേ. തല കണ്ടമാനം വല്ലാതെ വേർക്കും, മുടി വല്ലാണ്ട് കൊഴിയും, എപ്പോഴും നീർക്കെട്ടലുണ്ടാകും. അങ്ങനൊരു വ്യക്തി കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ചെവികൾക്ക്, വലത് ചെവിക്ക് എന്തോ കുത്തിത്തിരിച്ച പോലെ മാംസം വളരുന്ന പോലെ കേൾവിക്കുറവുണ്ട്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും ചെവി പൊത്തി പ്രാർത്ഥിക്കാൻ പറയുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എന്നും എന്നും കൂടെ ഇരിപ്പാൻ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. എന്നും കൂടെ എന്റെ സ്നേഹിതനാകുന്ന ദൈവമേ ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്ന
സ്നേഹമേ ആരാധന നിനക്ക് ആരാധന ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന കുടില് പോലുള്ള സാധനങ്ങൾ പ്രീസെപ്റ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ അവരിവിടെ ഇല്ല, അവരുടെ ബന്ധുക്കളാണ് ഉള്ളതെങ്കിൽ ഓൺലൈനിൽ കേൾക്കുന്നവരും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ എൻ്റെ വലത് കൈ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കൈകളായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടി അമ്മമാതാവ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരും തിയേറ്ററുകളിലെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുകയും അമ്മ തന്നെ അപ്പോൾ തന്നെ അത് നിർവഹിക്കുകയും പൂർണ്ണമായി സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഓപ്പറേഷൻ പോലും വേണ്ടാതെ സുഖപ്പെടുത്തുന്ന ദൈവമേ, ആരാധന ആരാധന യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരത്തെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. ഊടിന് താഴെയും മുകളിലും കുടലിന്, വൻകുടലിനും ചെറുകുടലിനും വീക്കമുള്ളവരെ, സിസ്റ്റുള്ളവരെ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, PCOD-ക്കാർ, അതുപോലെ RSS രോഗികൾ എല്ലാവരും ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികൾ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ ആന്തരിക അവയവങ്ങൾക്ക് രോഗം പറ്റുന്നവരെ ശിരസിൽ കവിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥ യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവിന് ശക്തി വെക്കട്ടെ. ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മ, ദേവമാതാവെ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയെ കൃപാസനം അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവിടെ നടന്ന 10,000 ആരാധന ശക്തിയാൽ എല്ലാവരും കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും ഓൺലൈൻ പ്രാർത്ഥിക്കുന്ന മകനെയും മാരക രോഗങ്ങൾ, തീരാവേദിക, ജീവ ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് നമ്മൾ പറയാത്ത ഒരു വിഷയം സുഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നടുവിൻ്റെ ഡിസ്ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ അരക്കെട്ടിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുള്ളവരെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പറയാതെ തന്നെ അങ്ങനെ ആരോ ചെയ്തിട്ടുണ്ട് ലേഡികൾ. അവരെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടുവിന് വേദന ഉള്ളവരും അതുപോലെ തന്നെ അരക്കെട്ടിന് നീര് കെട്ടുന്നവരും ഇരിക്കാൻ പ്രയാസമുള്ളവരൊക്കെ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്, സൂക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികളും ആ കിഡ്നി സ്ഥാനങ്ങളിൽ ബാക്ക് വശം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിന് അസുഖമുള്ളവരെ പിൻകഴുത്ത് കൈവച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിന് അസുഖമുള്ളവരെ പിൻകഴുത്ത് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ പിൻകഴുത്ത് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടെന്നിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ്.
ജപ്തി നടപടികൾ, സ്ഥലം വിൽക്കാത്തവർ, വിൽക്കാൻ പറ്റാതിരിക്കുന്നവർ, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിനായിട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, മക്കൾ ഇല്ലാത്തവർ, പ്രഗ്നൻസിയിലെ തകരാറുകളുള്ളവർ, ഗർഭസ്ഥ ശിശുവിന് തകരാറുണ്ടെന്ന് സ്കാനിങ്ങിൽ റിപ്പോർട്ടുള്ളവർ, മക്കൾ ദുർനടപ്പിലായിരിക്കുന്നവരെ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ട് കുടുംബത്തിന് ഭയങ്കര തകർച്ചയ്ക്ക് കാരണമാകുന്നവരെ, കുടുംബ തകർച്ചയുള്ള മാതാപിതാക്കന്മാർ, ഭാര്യാഭർത്താക്കന്മാർ, സാമ്പത്തിക വരുമാനമില്ലാത്തവർ, വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവർ, കടകമ്പോളങ്ങളും വ്യവസായങ്ങളും ശുഷ്കിച്ചു പോയവർ, നിവൃത്തിയില്ലാതെ രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർ, പലതരത്തിലുള്ള വിഷമതകളിൽ വലയുന്നവർ, കേസിലും കള്ളക്കേസിലും ഒക്കെ അകപ്പെട്ടവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശാരീരികത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവരെ കർത്താവ് വീണ്ടും കാണിക്കുന്നുണ്ട്. അസ്ഥിക്കുഴകളിൽ അകൽച്ചയുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. ത്വക്ക് രോഗികൾ, പൊറുക്കാത്ത വ്രണങ്ങൾ, പല ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് വെയിറ്റ് കുറഞ്ഞ് വരുന്നവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലി കിട്ടാത്തവർ, ജോലിക്ക് വിളിക്കുമ്പോൾ പലതരത്തിലുള്ള ഇൻ്റർവ്യൂ തടസ്സങ്ങളുള്ളവർ, ഭയമുള്ളവർ, സാമ്പത്തികമായി നിവൃത്തിയില്ലാത്തത് കൊണ്ട് മറ്റു ജോലിക്ക് പോകാൻ ശ്രമിക്കാൻ പറ്റാത്തവർ, എല്ലാം കൊണ്ട് വഴിമുട്ടി ഇങ്ങനെ മൊഴിമുട്ടി ഗതിമുട്ടിയിരിക്കുന്നവർ, എല്ലാ മേഖലകളിലും കർത്താവ് കടന്നു വരുന്ന സമയമാണ്. കൈ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യത, കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇവിടെ നടന്ന 10,000 ഉടമ്പടിയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മലാഖമാരെയും വിശുദ്ധന്മാരും രക്തസാക്ഷികളെ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശു ക്രിസ്തു നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, മറ തടസ്സങ്ങൾ, ജീവിത തകർച്ചകൾ യേശു ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. കൈകൾ കൂപ്പി കണ്ണ് തുറന്ന് ദിവ്യകാരുണ്യത്തോട് അമ്മയുടെ മധ്യസ്ഥത്തിൽ അച്ഛൻ വിട്ടുപോയ കാര്യങ്ങളെ സൂചിപ്പിക്കുക. അച്ഛൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോഴും മൗനമായി പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ മുട്ട നിൽക്കുക. ശിരസ് നമിച്ച് സമാപനാശ്വാസം സ്വീകരിക്കുക.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മറിയ, ആവേ ആവേ മറിയ. എല്ലാ ദിവസവും നമുക്ക് ഉടമ്പടിയുണ്ട്. രാവിലെ 7 മണിക്കൊരു ക്ലാസ്, 10:30 രണ്ടാമത്തെ ഉടമ്പടി ക്ലാസ് ബാച്ച്, 2 മണിക്ക് 2:30 മൂന്നാമത്തെ ബാച്ച്. അതിന് അച്ഛനെ കാണാൻ ഉദ്ദേശിച്ച് വരുന്നവർ, അന്ന് തന്നെ കാണാൻ ഉദ്ദേശിച്ച് വരുന്നവർ ഹൈ എമർജൻസി ആയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അവർ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കാൻ നോക്കണം. കാരണം ഇവിടെ സെക്കൻഡ് ബാച്ചിൽ വരണവർ, ആദ്യം ചീട്ട് വാങ്ങിക്കുന്നവർ നേരത്തെ ഉടമ്പടി എടുത്ത് പുതുക്കി പോയിട്ടുള്ളവരാണ്. ഉച്ച കഴിഞ്ഞ് അച്ഛനെ കാണുന്നവർ ആദ്യ ബാച്ചിൽ വന്നവരാണ്. സെക്കൻഡ് ബാച്ചിൽ 11 മണിക്ക് കയറുന്നവർക്ക് ചിലപ്പോൾ അച്ഛനെ കാണാൻ അവർ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ചീട്ട് തികഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ബാച്ച് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക 7 മണിക്കുള്ള. പക്ഷെ കാണാൻ നിർബന്ധമുള്ളവർ ആ രേഖകളെ കൈ കൊണ്ടുവരണം. ഇപ്പോൾ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് രേഖയില്ലാതെ ഇങ്ങോട്ട് നിങ്ങളവിടെ കരഞ്ഞു കൂവിയൊക്കെ ചീട്ട് മേടിച്ചാലും ഇവിടെ വരുമ്പോൾ രേഖയില്ലെങ്കിൽ പറഞ്ഞു വിടും. കാര്യം നിങ്ങൾക്ക് മറ്റുള്ളവരെയൊക്കെ പ്രിഫറൻസ് തരുന്ന രേഖയുടെ അടിസ്ഥാനത്തിലാണ്. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടാണ്. ഇത് എമർജൻസിയാണ്, ഹൈ എമർജൻസി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഗൊണ്ട് പറഞ്ഞാൽ ശരിയാകത്തില്ല. വിവാഹത്തിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല. രേഖ പറയും, വയസ്സ് അല്ലെങ്കിൽ അപേക്ഷ തരാൻ പറയും. കൈയും വെച്ച് ഇവിടെ വന്നു വെച്ചാൽ വിവാഹ കാര്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വിടും. ചുമ്മാ അവനെ അത് എടുക്കാൻ നിവൃത്തിയില്ലല്ലോ, അത് പറയാനും പറ്റത്തില്ല. അപ്പം ചുമ്മാ അച്ഛനെ കണ്ടാൽ ചീട്ട് കിട്ടുമ്പോൾ എന്നെ മേടിച്ചേക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ ചെയ്യരുത്. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ച് ഒരുങ്ങി തീഷ്ണതയോടെ അങ്ങനെയാണ് ആൾക്കാർ വരണത്. അപ്പോൾ 1 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതിയാവും അവർക്ക് വേണ്ടി. അപ്പോൾ ചിലരുടെ മോന്ത കാണുമ്പോൾ ഞാൻ ചോദിക്കും ഉടമ്പടി എടുത്ത് ആരാണെന്ന് ചോദിക്കും. അപ്പം മകളാണെന്ന് പറയും. ഞാൻ പറഞ്ഞ് വണ്ടി വിട്ടേക്കാൻ പറയും. കാര്യം മകളെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ഇവർക്ക് പ്രാർത്ഥിച്ച് ഇവർ ശരി രക്ഷപ്പെടത്തില്ല. കാര്യം അവർക്ക് ആ വിശ്വാസമില്ല, അവർ ഉടമ്പടിയിലല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പോൾ മകൾ ഉടമ്പടി എടുത്താലും അമ്മ ഉടമ്പടി എടുത്താലും ഇവിടെ അച്ഛൻ്റെ അടുത്ത് വരുന്ന ആൾ ക്ലിയറായിരിക്കണം. അവർ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവം എന്നെ സ്പർശിക്കും, അല്ലാതെ സ്പർശിക്കുമായിരിക്കും, സ്പർശിച്ചാൽ കൊള്ളാം, കിട്ടിയ കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ആ മോന്ത നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ സാധനം പിശകാണെന്ന്. അപ്പോൾ സട്ടിച്ച് വരാൻ നോക്കണം. കാര്യം ഇവിടെ വന്ന് എത്തണമെങ്കിൽ നിങ്ങൾക്കറിയാവില്ല, അത്രയും സീരിയസ് വിഷയമാണ്. അപ്പം ചെറു പറയില്ല അച്ഛനെ കണ്ട് എന്താ കാര്യം? അവർ ഉടമ്പടിയുമല്ല, ഒരു ദൈവ കൃപയുമില്ല, ഒരുക്കവുമില്ല. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. അത് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് വരുമ്പോൾ 10,000 സുഖപ്പെട്ട സ്ഥലത്താണ് നിങ്ങൾ വരണത്, അല്ല പരീക്ഷണത്തിന് വേണ്ടി ആരും വരരുത്. ഇത്രയും പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ ഇൻവെസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുക. ആൾക്കാർ വന്നാൽ ഞങ്ങൾ പറഞ്ഞു വിടുക, ആൾക്കാരെ ചീട്ടില്ല, ഉടമ്പടി പുതുക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ. ഇപ്പം കാണുക, ഇന്നട് ഉടമ്പടി എടുത്താണ്, ഇപ്പം തന്നെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ ശരി വന്ന് നിൽക്കും.
കാണത്തില്ല. കാര്യം ചിലർ ഉടമ്പടിയിലല്ലല്ലോ, ചുമ്മാ എടുത്തെന്നല്ലേ ഉള്ളൂ, ഉടമ്പടിയിലല്ല. അപ്പം 90 ദിവസം കഴിഞ്ഞാണ് അവർ വരേണ്ടത്. പിന്നെ ഈ ക്യാൻസർ 4th സ്റ്റേജ് 90 ദിവസം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് നോൺസെൻസ് ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള എമർജൻസിക്കാർക്ക് എൻട്രൻസ് കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി ആ വിഷയം. ഇന്നിപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നവരുണ്ട്, അതിനകത്ത് അലവലാതി ക്രിസ്ത്യാനിയുണ്ട്. എന്നിട്ട് അവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ദിവ്യകുർബാന ആരാധന നടക്കണം കണ്ടപ്പോൾ എന്നെ ആരാധന കൂടിയേക്കാം എന്ന് പറയും. എന്നിട്ട് ഇപ്പോൾ തന്നെ ഊണും കഴിച്ച് വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞാൽ ആ വീട്ടിൽ പോകുന്ന ആൾക്കാർ ഇനി ഇങ്ങോട്ട് വരരുത്, കാരണം നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് ദൈവത്തിനെ സൗകര്യപ്പെടുത്താതിരിക്കുകയാണ്. ഇന്ന് മനസ്സാക്ഷിക്ക് നിങ്ങൾ ഇന്നാണ് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാലും ശരി, പോയി ഉടമ്പടി എടുത്തിട്ടേ പോകാവൂ. പറഞ്ഞ മനസ്സിലായില്ലേ? കാരണം ദൈവത്തെ അളക്കരുത് നിങ്ങളുടെ സൗകര്യം കൊണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ബ്രാൻഡഡ് ആയില്ലേ, ഫ്രോഡാണെന്ന് അറിഞ്ഞില്ലേ അപ്പോൾ തന്നെ. അപ്പം എന്തിനാണ് ദൈവത്തിന് പിടികൊടുക്കണത്? ദൈവത്തിൻ്റെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം. അല്ല നിങ്ങളുടെ പൊട്ട ബുദ്ധിയും കൊണ്ട് വന്ന് നടന്നാൽ പണി മേടിക്കാൻ സാധ്യതയുണ്ട്. അദാനിയോട് പറഞ്ഞു കേട്ടില്ലേ, നീ എന്നെ കണ്ടത് കൊണ്ടല്ലേ വിശ്വസിച്ചതെന്ന്. തോമാസ് ശ്രീകാട് വരെ പറഞ്ഞത്, നീ എന്നെ കണ്ടത് വിശ്വസിച്ച് കൈയിരിക്കട്ടെ, കാണാതെ വിശ്വസിക്കുന്ന ഒരു സമൂഹം വരുന്നുണ്ടെന്ന് പറഞ്ഞു. താക്കിയതല്ലേ കൊടുത്തത്. 3 കൊല്ലം നീ എൻ്റെ കൂടെ നടന്നിട്ടും നീ എന്നെ കണ്ടത് കൊണ്ടാണ് വിശ്വസിച്ചത്. കാണാതെ വിശ്വസിക്കുന്ന ജനലക്ഷങ്ങൾ പിന്നാലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വല്ല കാര്യമുണ്ടത് കേൾക്കാൻ? അപ്പോൾ വായിക്കിടക്കണം നാക്ക് വെറുതെ ഇട്ടാൽ മതിയായിരുന്നു. മര്യാദക്ക് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു. നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടതും പറയണതും 2 കാര്യങ്ങളാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ഓൺ ചെയ്ത് കഴിഞ്ഞു. മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾ അത് ഇൻസ്റ്റിറ്റ് ചെയ്തിട്ടില്ലെന്ന് അർത്ഥമാവും. എൻ്റെ കർത്താവിന് ഞാൻ കാണണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു, അപ്പോൾ ഇൻസ്റ്റിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നീ സ്പെൽ ഔട്ട് ചെയ്ത് വിശ്വാസത്തിൽ അതരം കൊണ്ട് ഏറ്റു പറയണമല്ല. അപ്പോൾ തോമാസിലേക്ക് പറ്റിയ അബദ്ധം, അതരം കൊണ്ട് ഏറ്റു പറഞ്ഞത് അവിശ്വാസമായിപ്പോയി. വിശ്വാസമാണ് ഏറ്റു പറയേണ്ടിയിരുന്നത്. അപ്പോഴാണ് അത് നേരെ നെഗറ്റീവ് ഇഫക്റ്റ് വന്നത്. അതുകൊണ്ട് വായടക്കുകയാണ് എപ്പോഴും നല്ലത്. ദൈവത്തിന് ഇത് ചില ആൾക്കാർക്ക് ഒരിക്കലും ദൈവത്തിലേക്ക് വരാൻ പറ്റാത്ത കാര്യം അവർ കൂട്ടുകാരോട് പണ്ട് ദൈവമില്ലെന്ന് പറഞ്ഞു പോയി. അതാണ് പ്രശ്നം. ഇനിയിപ്പോൾ അവരുടെ മുമ്പിൽ അവരോട് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ഉടമ്പടി എടുക്കണത്? പിശാച് കാണാത്ത കയറ് കൊണ്ട് കെട്ടണം കണ്ടില്ലേ? ഏതെങ്കിലും കാലഘട്ടത്തിൽ നിങ്ങൾ ഞെളിയാൻ വേണ്ടി, ആൾ കളിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ദൈവം ഇല്ലെന്ന് പറയും. പിന്നെ നിനക്ക് ദൈവം വേണമെന്ന് പറഞ്ഞാലും ഡോർ വിൽ ബി ഷട്ട്. കാര്യം എന്താ? നിൻ്റെ എണ്ണയില്ലാത്ത കന്യകയാണ്. കന്യകയായിരിക്കാം, പക്ഷെ കഥയില്ല. വല്ല ഹ്യൂമനിസ്റ്റൊക്കെ ആയിരിക്കാം, കഥയില്ല. എണ്ണ വേണം, അത് വേറെയാണ്. അത് വിശ്വാസം ദൈവത്തിലുള്ള മണവാളം വരും എന്നുള്ള ഉറപ്പില്ലാത്തവരെ എപ്പോഴെങ്കിലും വരുമായിരിക്കുമ്പോൾ ഞാൻ എണ്ണയില്ലാതെ പോരണത്. അപ്പം അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ അടുക്ക് അടുക്കുമ്പോൾ മാത്തമാറ്റിക്കൽ ഷാർപ്നെസ് ഉണ്ടാകണം. അല്ലാതെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കണ്ണീർ പൊഴിടാമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. കാര്യം ഇതൊരു പുതിയ ജീവിതമാണ്, പ്രത്യേകിച്ച് ഉടമ്പടി. നമ്മുടെ മരിയൻ ഗാർഡൻസ് അമ്മയ്ക്കൊരു ഭവനം, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്നുള്ള പ്രോജക്റ്റ് ഇപ്പം 3-ാം നില വരെയായി. അതിൻ്റെ സ്കെൽട്ടൺ പെട്ടെന്നാണ് എൻ്റെ തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് പുരോഗമിക്കുന്നത്. അപ്പം ഇനി അവിടെ മുറി വേണ്ടവർ മാനേജറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അതിൻ്റെ നമ്പർ ഞാൻ നേരത്തെയുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ സമയങ്ങളും ഉടമ്പടി ധ്യാനം ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. ഉടമ്പടി ധ്യാനമല്ല, ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ ചേർത്ത് വെച്ച് പതിനായിരങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ബുധം 3 ക്യാമറ വെച്ചുകൊണ്ട് നിങ്ങൾ ലൈവായിട്ട് ഉടമ്പടി നിങ്ങളുടെ മൊബൈലിലേക്ക് തരണത്. ചേർന്ന് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യ ചൊവ്വാഴ്ച ധ്യാനം എല്ലാവരും കൂടണം, അത് മസ്റ്റാണ്. പണ്ട് ഉടമ്പടി എടുത്തവർ ശരി, അത് മസ്റ്റാണ് നമ്മുടെ കാര്യം. അതിൽ നിന്നാണ് ഉടമ്പടിയിലൂടെയാണ് ദൈവം നിന്നോട് സംസാരിക്കുന്നതും ഇൻട്രാക്ട് ചെയ്യണതും നിന്നെ സന്ധിക്കുന്നതും സാക്ഷിയാക്കണത്. അതുപോലെ അത് കിട്ടിയ ഉടനെ ഷെയർ ചെയ്യണം. നിങ്ങൾ പല ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും, പക്ഷേ ഷെയർ ചെയ്യത്തില്ല. പിന്നെ ദൈവം എന്തിനാണ് അവരുടെ ഉടമ്പടി മാനിക്കണത്? അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കയ്യിരിപ്പുകൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. നല്ല എന്തൂസിയാസം, തീഷ്ണതയോടെ ഉടമ്പടി ജീവിക്കുക.